ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കർക്കിടക വാവാണ്. അപ്പോൾ അഖിലിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുള്ള ആദ്യത്തെ വാവാണ്. അപ്പോൾ ഇവിടെ അച്ഛനും അഖിലിനും അതേപോലെ തന്നെ ശ്രീമോനും ഒക്കെ ബലിയുണ്ട്. അപ്പോൾ അവർ ബലിയിടാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ 4:45. അപ്പോഴത്തേക്ക് രാവിലെ ആയപ്പോൾ തന്നെ അവർ മൂന്നുപേരും കൂടി ബലിയിടാൻ വേണ്ടി ഞങ്ങളിവിടെ തന്നെ പുഴുക്കരയുണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കാപ്പി ഉണ്ടാക്കി. ഞാൻ കാപ്പിയുടെ പരിപാടി ചെയ്യുമ്പോഴത്തേക്കും അമ്മ വന്നിട്ട് ഉച്ചയ്ക്ക് ചോറിനുള്ള കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പിന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കിയപ്പോൾ അത് കാക്കയ്ക്ക് കൊടുക്കണമല്ലോ, അതിനുവേണ്ടി അതും കൂടി എടുത്തുകൊണ്ട് കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ കാക്കയ്ക്കൊക്കെ ഭയങ്കര ജാടയായിരിക്കുമല്ലോ, എല്ലായിടത്തുനിന്നും ഇത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വരണമെന്നില്ല. കുറേ നേരം ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കാക്ക വന്ന് അതെല്ലാം കഴിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് അതെടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ലാസ്റ്റ് കഴിച്ച് തീർന്നപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഇതൊന്നും എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ദോശയും സാമ്പാറും ചമ്മന്തിയും രസവടയും ഉഴുന്നുവടയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ കഴിച്ചു. അതിന് ശേഷം പിന്നെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അച്ഛൻ അത് ക്ലീൻ ചെയ്തൊക്കെ തന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ ഒരു 12 മണിക്ക് മുമ്പ് തന്നെ എല്ലാം റെഡിയായി. അതിന് ശേഷം ഞങ്ങൾ വിളമ്പാനുള്ള പരിപാടി തുടങ്ങി. എല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കാന്നുള്ള ഇതിൽ എല്ലാം വിളമ്പി വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവർക്ക് നിവേദിക്കണമല്ലോ, അതിന് വേണ്ടി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വെളിയിലിറങ്ങിപ്പോയി. ഞങ്ങളവിടെയൊക്കെ വാതിലൊക്കെ അടച്ചിടും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ തുറന്നിട്ടിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ വരണമല്ലോ, അവർ വന്നിട്ട് കണ്ടിട്ട് പോകണമല്ലോ എന്നുള്ള ഇതില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും വെളിയിൽ വരാതെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും കാക്കയ്ക്ക് അതിൽ നിന്ന് തന്നെ ഫുഡ് എടുത്തിട്ട് പോയി കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളൊരു അരമണിക്കൂറോളം വെളിയിൽ അങ്ങനെ ഇരുന്ന് കാര്യം പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. പിന്നെ ശ്രീമോനെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീമോൻ്റെ ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ 12 മണിക്ക് വരുമെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനിരുന്നിട്ട് പോലും കണ്ടില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച്. അപ്പോൾ ഇവിടുത്തെ വാവ് ഇങ്ങനെയാണ് പോയത്. അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ബലിയുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് അവിടെ പോകുന്നത് ഒരു സന്തോഷമല്ല, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ശ്രീമോൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തോ ഒരു കള്ളനോട്ടം നോക്കുന്നുണ്ട്. അവൻ്റെ ഫേസ് അധികം വീഡിയോയിൽ വരില്ലെന്നാണ് അവൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവൻ നന്നായിട്ട് വീഡിയോയ്ക്കകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവൻ്റെ ഫ്രണ്ട്സിനെ കാത്തുനിന്നു. അവർ വരാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയി നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല എന്ന്, എപ്പോൾ വരുമെന്ന് പറഞ്ഞു, പക്ഷെ എപ്പോൾ വരുമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവരൊക്കെ ആഹാരം കഴിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കയറിപ്പോയത്. എപ്പോഴൊക്കെ ഞാൻ എൻ്റെ പട്ടി അതിലോട്ട് എപ്പോഴൊക്കെ പരിചയമായാൽ തന്നെയും ഓരോ വട്ടം പോകുമ്പോഴും വീണ്ടും കുറച്ച് തന്നെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ചോറൊന്നും കഴിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഫുള്ളായിക്കൊണ്ടല്ലേ പോയത്. പിന്നെ വൈകിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വൈകിട്ടായപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് വാഴയ്ക്കപ്പവും വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ മരുമോന് എൻ്റെ അമ്മ ബൂസ്റ്റും എനിക്ക് ചായ ഇട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ട് അവിടെ നേരത്തെ തന്നെ ഇറങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ അഖിലിന് വേറെ 2-3 സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞാൻ അമ്മൂമ്മയ്ക്കും അച്ചാമ്മയ്ക്കൊക്കെ ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ പുഞ്ചക്കരി ആ ഒരു വഴിയാണ് വന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ തന്നെ ഞാൻ 2-3 വട്ടം ഇവിടെ ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇതേ ടൈപ്പ് വീഡിയോസ് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ഈ ആംബിയൻസ് കാണുമ്പോൾ വീണ്ടും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തോന്നും. നല്ല രസമുണ്ട്. ഈ വൈകിട്ടൊരു സമയത്തൊക്കെ പോയാൽ നല്ല രസമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. വീടാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ വന്നത് പ്രാവൻകൂട്ടിലോട്ടാണ്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ അനിയത്തിൻ്റെ വളയും കൂടി അടിച്ചു മാറ്റിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ അവളിനി എന്ത് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അതിൽ നേരെ പ്രാവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി. ഗോതമ്പൊക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ താഴെ ഒരു ഷെഡൊക്കെ അടിച്ച് അതിൻ്റെ അകത്താണ് പ്രാവിനെ ഇട്ടേക്കുന്നത്. അങ്ങനെ ഗോതമ്പൊക്കെ കൊടുത്തു. പിന്നെ പ്രാവിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അതിന് കൂടെ അതിന് ഹെൽത്തിൻ്റെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് എന്തൊക്കെയൊക്കെ ഉണ്ട്, അതൊക്കെ ചേർത്തിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതും കൊണ്ട് അതിൽ പോകുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം രാത്രി 8:30 കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നത്. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ലാസ്റ്റ് ഒരു പായസവും കൂടി കുടിച്ച് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ വാവിൻ്റെ ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.